ട്രേഡ് ചെയ്യുന്നത് സ്ട്രെസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അവർക്ക് നല്ലത് വരുത്താനുള്ള സാധ്യതയില്ല. അപ്പം പുതുതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ബിഗിനേഴ്സ് ഒക്കെ പ്രോഫിറ്റ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യും, ലോസ് അത് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, അത് വലിയ ലോസിലേക്ക് പോകും. ഒരു 10 മിനിറ്റ് സ്പാനിൽ തന്നെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ, അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാകുമ്പോൾ ഡോപാമിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, ഒരേ ചെറിയ സ്പാനിൽ ഇത്ര വലിയ ഒരു കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ചോദിക്കാനുള്ളത്, ഒരുപാട് ട്രേഡേഴ്സ് ഒരുപാട് ടൈം സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ട്രേഡിങ്ങിൻ്റെ പേരിൽ. അപ്പോൾ ഇത് ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും പലരും പറയുന്നു. അപ്പോൾ ഇതിനെന്താണ് ഒരു പ്രതിവിധി, എന്താണ് താങ്കൾ കാണുന്നത്? പ്രതിവിധി പറയാനായിട്ട് ഞാനൊരു ഡോക്ടറൊന്നുമല്ല, എങ്കിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. റംഷാദ് എത്ര സമയം സ്ക്രീനിന് മുമ്പിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഞാനൊരു ഓപ്ഷൻ ട്രേഡറാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം സ്ക്രീൻ നോക്കുക എന്നുള്ളതല്ല, അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും മാത്രമേ ചിലവഴിക്കാറുള്ളൂ. ഓവർനൈറ്റ് നോക്കാറില്ല? ഓവർനൈറ്റ് പലപ്പോഴും ഹെഡ്ജഡ് ആണ് പൊസിഷനൊക്കെ, ഹെഡ്ജ് ചെയ്തിട്ട് മാത്രമേ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് ടെൻഷൻസ് ഉണ്ടാവാറില്ല. ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ നേക്കഡ് ആയിട്ടൊക്കെ ബൈയും സെല്ലും ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ലോസിന്റെ ലിമിറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്ന സെഗ്മെന്റ് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പർപ്പസിലാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ടെൻഷൻസും ഉണ്ടാവാറില്ല. ആ ഒരു പർപ്പസിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഓക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് സ്പാനിൽ അവർക്ക് ഒരേ സമയം തന്നെ സന്തോഷം ഉണ്ടാവും. പൊസിഷൻസ് അവർക്ക് ഫേവറബിൾ ആയിട്ട് പോകുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ പൊസിഷൻ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് സ്പാനിൽ തന്നെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ, അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാകുമ്പോൾ ഡോപാമിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, ഒരേ ചെറിയ സ്പാനിൽ ഇത്ര വലിയ ഒരു കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറി മറിയാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഇത് മാറി മറിയുന്നത്. ഇത് ഇവർക്ക് തീർച്ചയായിട്ടും ഉത്കണ്ഠ ഉണ്ടാക്കാം. ഇവർക്ക് ഇതൊരു പല BP-യിൽ ചേഞ്ച് വേരിയേഷൻസ് ഉണ്ടാവാം. ഹാർട്ടിന് തന്നെ ഇത് പ്രശ്നങ്ങളിലേക്കൊക്കെ നയിച്ചേക്കാം. കാരണം വളരെ ഉയർന്ന ഒരു കോർട്ടിസോൾ ലെവൽ നമ്മുടെ ബോഡിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഇതാണ് അവസ്ഥ എങ്കിൽ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു സ്ട്രെസ്സായിട്ടുള്ള, ഇപ്പോൾ റംഷാദ് ചെയ്യുന്ന ഒരു ട്രേഡ്, ഒരു ഹെഡ്ജ് ചെയ്യുന്ന ഒരാളുടെ പോലെ ചെയ്യുകയാണെങ്കിൽ ഇത് പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ലാതെ വളരെ ടെൻഷനായിട്ട് ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതാണ് ചെയ്യുന്നത്, പിന്നെ ഇവർ തന്നെ ഓവർനൈറ്റ് പൊസിഷൻസും കൂടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാലോചിച്ച് നോക്കി. ഓവർനൈറ്റ് ടെൻഷനും കൂടിയായി. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 1 മാസം ചെയ്യുമ്പോൾ ഇവരുടെ ബോഡിയിലുണ്ടാവുന്ന ചേഞ്ചസ് തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ട് അവരെ ബാധിച്ചേക്കാം. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ ഡെറിവേറ്റീവിൽ സ്പെക്കുലേഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഡാറ്റയൊക്കെ വരുന്ന സമയത്ത് ഇത്ര ലക്ഷം കോടി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ, ഇത് കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് സാധാരണ നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റിൽ ഇങ്ങനെ പറയുന്നതിൽ എന്താണ് പ്രശസ്തി ഉള്ളത് എന്നുള്ളത്? നമുക്ക് ഇത് ട്രേഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നിലവിലുള്ള ഒരു ജീവിത സാഹചര്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ, നിലവിലുള്ള ഒരു ഇൻകം കുറച്ചും കൂടി കൂട്ടാൻ. എന്തിനാ അൾട്ടിമേറ്റ്ലി ഇൻകം? എന്തിനാ? കുറച്ചും കൂടി ഹാപ്പിനെസ് ഉണ്ടാവാൻ. ട്രേഡ് ചെയ്യുന്നത് സ്ട്രെസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അവർക്ക് നല്ലത് വരുത്താനുള്ള സാധ്യതയില്ല. അൾട്ടിമേറ്റ്ലി പണം, ഈ പറയുന്ന സ്ട്രെസ് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടേഴ്സിന് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യണമെന്നില്ല, ഇപ്പോൾ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലാണ് കൂടുതൽ സൂയിസൈഡ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. എല്ലാ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ജോലിയും ട്രേഡിങ്ങും ആയിട്ട് ബന്ധപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ഇപ്പോൾ ശരിയാണ്, ഡ്യൂട്ടി സമയം കഴിഞ്ഞതിന് ശേഷം രാത്രി ഓവർനൈറ്റ് കോളുകൾ അവർക്ക് വരാറുണ്ട്, അവർക്കത് അറ്റൻഡ് ചെയ്യണം. ചില സമയത്ത് അവർക്ക് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ ആ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ജോബ് ഒരു സർവീസ് പോലെയാണ്. ട്രേഡർ എന്ന് പറഞ്ഞ ജോബ് സർവീസ് അല്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ജോലിയിൽ ഉണ്ടാവുന്ന ടെൻഷൻ ട്രേഡറിന് ഇല്ലേ എന്ന് ചോദിച്ചാൽ, അവരുടെ രണ്ടുപേരുടെയും ജോലി വ്യത്യസ്തപ്പെട്ടിരിക്കും. അതൊരു സർവീസ് ജോബാണ്. ട്രേഡറിന്റെ ജോബ് സർവീസ് പോലുള്ള ജോബല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മറ്റുള്ള ജോലിയുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ കൂടിയും ഒരു പരിധി വരെ അവരുടെ ഓഫീസ് ടൈം കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടെൻഷൻ ഇറക്കി വെക്കാനായിട്ട് പറ്റും.
അല്ലേ? പക്ഷെ ട്രേഡറിനെ സംബന്ധിച്ച് ഒരു നേക്കഡ് പൊസിഷൻ അവർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് അവർ വെയിറ്റ് ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ട്രംപ് എന്ത് പറയുന്നു അല്ലേ, പുള്ളി ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത്, രാത്രി പറഞ്ഞതല്ല രാവിലെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഓരോ വാർത്തകളും സാഗൂതം വീക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഡോ ഫ്യൂച്ചറിന്റെ ഒരു പെർഫോമൻസ് നോക്കണം. ഡോ ഫ്യൂച്ചറൊക്കെ 2 മണി വരെയാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലേ? 2 മണി വരെ അത് വാച്ച് ചെയ്യുന്ന ഒരുപാട് ട്രേഡേഴ്സിനെ എനിക്കറിയാം. അപ്പൊ ഇവരുടെ ഈ പേഴ്സണൽ ലൈഫും ഇവരുടെ ട്രേഡിംഗ് ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ് തെറ്റുന്നുണ്ട്. IT മേഖലയിലും അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലും ഇതുണ്ടെങ്കിൽ കൂടിയും ട്രേഡിംഗ് മേഖലയിലുള്ള ഇതിന്റെ ഒരു പെർസെൻറ്റേജിന്റെ അത്രം തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെയാണ് അത് കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ മാർക്കറ്റിൽ എപ്പോഴും എന്തും സംഭവിക്കാന്നുള്ളൊരു ഫിയർ നിലനിൽക്കും. അതെ അതെ തീർച്ചയായിട്ടും, എസ്പെഷ്യലി ഇപ്പോൾ. അതെ, അന്ന് 1200 പോയിന്റ് ഒക്കെയാണ് അല്ലെ നിഫ്റ്റി അപ്പിൽ ഓപ്പൺ ചെയ്തത്. ഏകദേശം നിയർ ഓൾ ടൈം ഹൈയിലൊക്കെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പൊ ആ സമയത്തൊക്കെ ഈ ഒരു ട്രംപിന്റെ ഒരു പ്രസ്താവന താരിഫ് 50% നിന്ന് 18% കുറച്ചു എന്നുള്ള ഓവർനൈറ്റ് വന്ന ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ, ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രസ്താവന കൊണ്ട് മാത്രം വലിയൊരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും സ്ട്രെസ് എപ്പോഴും ട്രേഡിങ്ങിലുണ്ട്. നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ റിസ്ക്, ഇപ്പോൾ റംഷാദ് പറഞ്ഞ പോലെ തന്നെ ഇത് ഹെഡ്ജ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് റംഷാദ് ഈ ഒരു ഓപ്ഷൻ ട്രേഡിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓപ്ഷൻ തന്നെ എന്ന് പറയുന്ന ഒരു ടൂള് തന്നെ ഒരു ഹെഡ്ജിങ് ടൂൾ തന്നെയാണല്ലോ അല്ലേ? പക്ഷേ ഏറ്റവും കൂടുതൽ ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ്. ഇവിടെ ആരും അങ്ങനെ ഒരു ഹെഡ്ജിങ് ടൂളായിട്ടൊന്നും തന്നെ ഓപ്ഷനെ പരിഗണിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ സ്ട്രെസ് ഉണ്ട്. പക്ഷേ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ഒരാൾ ട്രേഡിങ്ങിൽ ലോങ് ടൈമിൽ വിജയിക്കുന്നത്. എങ്ങനെ ഡെറിവേറ്റീവ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒരു സ്പെക്കുലേറ്റീവ് ഇൻകം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഒരു നേക്കഡ് പൊസിഷൻ എടുത്ത ഒരാളെ സംബന്ധിച്ച് ഇതൊരു ഗാംബ്ലിംഗ് തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ അതെ, ഈ ഒരു പോയിന്റിലേക്ക് കയറും അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ എത്തില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഗാംബ്ലിംഗ് ഇതിൽ തന്നെ കാണേണ്ടി വരും അല്ലേ? ട്രേഡിംഗ് ടൈമിലാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് സ്പൈക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ ട്രേഡിംഗ് ടൈമിലാണ് ഇതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായേക്കാം എന്ന് പറയുന്നത് അതിലൊരു ഗാംബ്ലിംഗ് നേച്ചർ ഇല്ല. പക്ഷെ നമ്മളൊരു ഓവർനൈറ്റ് പൊസിഷൻ എടുക്കുമ്പോൾ ഈ ഗിഫ്റ്റ് നിഫ്റ്റി ഡോ ഫ്യൂച്ചറിന് അനുസരിച്ച്, അതായത് US മാർക്കറ്റിന് അനുസരിച്ചാണ് ഗിഫ്റ്റ് നിഫ്റ്റി മൂവ് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഇതൊരു ഗാംബ്ലിംഗ് നേച്ചർ കൂടുതലായിട്ട് വരുന്നത്. അല്ലാതെ ട്രേഡിംഗ് ടൈമിൽ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി അത് സ്കില്ലാണ്, അതൊരിക്കലും ഒരു ഗാംബ്ലിംഗ്. അതായത് ബ്ലൈൻഡ് ആയിട്ട് നമ്മളൊരു പൊസിഷൻ എടുത്തിട്ട് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നു, ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിച്ചിട്ട് ഹോൾഡ് ചെയ്യുന്നു അല്ലെ? അതെ. പിറ്റേ ദിവസം അതുപോലെ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവർനൈറ്റ് അടക്കം ഈ ഡോ ഫ്യൂച്ചറും അല്ലെ ഡോവും അതേപോലെ തന്നെ നിഫ്റ്റി ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായും. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഈ രാത്രി സമയങ്ങളിലും ഇങ്ങനെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത ആളുകൾക്ക് പിന്നെ അതിന്റെ പേരിൽ ഒരു ടെൻഷൻ നിലനിൽക്കും അല്ലെ? അതെ, റംഷാദ് പറഞ്ഞൊരു പോയിന്റിൽ ഇപ്പോൾ 1200 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തല്ലോ. ആ സമയത്ത് ഔട്ട് ഓഫ് ദ മണിയൊക്കെ വളരെ ചീപ്പായിട്ട് ബൈ ചെയ്ത ആളുകൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവർ എപ്പോഴും ഇത് എക്സ്പെക്ട് ചെയ്യും, ഇനിയും താരിഫ് കുറയുമ്പോൾ ഇനിയും ഒരു 1200 പോയിന്റ് മൂവ് ചെയ്തേക്കാം, അന്ന് ഞാനൊരു ഔട്ട് ഓഫ് ദ മണി അന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ സ്വാഭാവികമായ രീതിയിൽ ഓവർനൈറ്റ് മാജിക്കൽ മൂവ്മെന്റ് ഉണ്ടോ എന്നുള്ള രീതിയിൽ വാച്ച് ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ച് ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ അവർ അവരുടെ വർക്ക് നിർത്തിയില്ല, സ്റ്റിൽ സ്ക്രീനിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സറോദയുടെ എല്ലാം തന്നെ ഫൗണ്ടർ ഇന്ത്യൻ കമ്മത്തിന്റെ ഒരു സ്പീച്ച് കഴിഞ്ഞ ദിവസം ഈ മുടിയൊക്കെ നിറച്ചു എന്നൊക്കെ ഒരു പ്രസ്താവന കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രെസ് ആണല്ലോ ഈ ഒരു മേഖലയിലുള്ളതിന്റെ ഭാഗമായിട്ടല്ലേ. പിന്നെ ഞാൻ ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്യുന്നത്, ഇപ്പോൾ ട്രേഡിംഗ് ടൈമിൽ നമ്മൾ സ്വാഭാവികമായിട്ട് മൊബൈൽ നോക്കുമല്ലോ. ഇതൊരു മൊബൈൽ നോക്കുന്നത് ഒരു ഹാബിറ്റായിട്ട് മാറും. അതായത് ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊസിഷൻ നോക്കാനായിട്ട്. ട്രേഡിംഗ് ടൈം കഴിഞ്ഞാലും ഈ ഒരു നോട്ടം ഈ നമ്മളുടെ ആ ഒരു ബ്രോക്കർ ആപ്പിന് പകരം മേ ബി ഇൻസ്റ്റാഗ്രാം ആവാം, അല്ലെങ്കിൽ വേറെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആവാം. പൊതുവെ ട്രേഡേഴ്സ് സ്ക്രീനിന് നോക്കാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും. ട്രേഡിംഗ് ടൈമിൽ അവർക്ക് അതൊരു ബ്രോക്കർ ആപ്പാണെങ്കിൽ ട്രേഡിങ്ങിന് ശേഷം അവർക്ക് വേറെ ഏതെങ്കിലും ഒരു ആപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാവാം. അപ്പൊ സ്ക്രീൻ ടൈം സ്വാഭാവികമായിട്ടും ഒരു അഡിക്ഷന് കാരണമാവുന്നുണ്ട്.
ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിലൊരു പരിഹാരമായിട്ട് എന്താണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇതിൻ്റെ ഒരു പരിഹാരം റംഷാദ് തന്നെ ആദ്യം പറഞ്ഞു. റംഷാദിൻ്റെ പൊസിഷൻസ് തന്നെ എല്ലാം ഹെഡ്ജ്ഡ് പൊസിഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരു ഹെഡ്ജ്ഡ് പൊസിഷൻ എടുക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു പരിധി വരെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതായത് ഓപ്ഷനെ ഒരു ഹെഡ്ജ്ഡ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. രണ്ട് രീതിയിലും ഓപ്ഷന് ഒരു ഹെഡ്ജ്ഡ് പർപ്പസ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ഹെഡ്ജ്ഡ് പൊസിഷൻ ആക്കുമല്ലോ. ഒരു കൗണ്ടർ ട്രേഡ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ഹെഡ്ജ്ഡ് പൊസിഷനായി. ലോസ് ഒക്കെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ലിമിറ്റ് ചെയ്ത് ലോസ് എത്രയാണെന്ന് ആദ്യമേ തന്നെ അറിയുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല. അൺലിമിറ്റഡ് ലോസിൽ താങ്കൾ ഓപ്ഷൻ ചെയ്യുന്ന ആളാണല്ലോ, ആ ഒരു ഇത് സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്? അതെ, ഞാൻ അഗ്രസീവായിട്ട് ഓപ്ഷൻ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു മാർക്കറ്റ് കാലഘട്ടത്തിൽ ഞാൻ ഹെഡ്ജ്ഡ് പൊസിഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഒരു നിഫ്റ്റി തന്നെ ഒരു 1200 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് കൊണ്ട് നിഫ്റ്റി മേ ബി ഒരു 5000 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തേക്കാം. ഒരു പ്രസ്താവനയുടെ പേരിലാണ് 1200 പോയിന്റ് ഒക്കെ ഗ്യാപ്പ് അപ്പ് വന്നത്. അതെ, തീർച്ചയായിട്ടും ഫോൺ കോളിലൂടെ ആണെന്ന് തോന്നുന്നു. ഒരു ഈവന്റ് പോലും ഉണ്ടായിരുന്നില്ല. ഈവന്റ് കലണ്ടറിൽ പോലും അങ്ങനെ ഒരു ദിവസം ആ ഒരു ഫോൺ കോൾ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ക്യാഷ് കളഞ്ഞിട്ടുണ്ടാവാം തീർച്ചയായിട്ടും മാർക്കറ്റിൽ അല്ലേ. 1200 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിക്ഷേപകർക്കും അല്ലെങ്കിൽ ബുള്ളിഷ് പെർസ്പെക്റ്റീവിൽ ട്രേഡ് എടുത്ത ആളുകൾ മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഹ്യൂജ് ലോസ് നേക്കഡായിട്ടൊക്കെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് രണ്ട് ഡയറക്ഷനിലേക്കും ഉണ്ട്. അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുമ്പോൾ ഒന്ന് ഹെഡ്ജ്ഡ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, എസ്പെഷ്യലി ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ. പിന്നെ ട്രേഡിനൊരു ബിസിനസ്സായിട്ട് കാണുന്നത് നന്നായിരിക്കും. ഇപ്പോൾ റംഷാദ് എത്ര മണിക്കാണ് ഈ ഓവർനൈറ്റ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് ഹെഡ്ജ്ഡ് ആണ്. അതെ അതെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്ത് ഹെഡ്ജ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹെഡ്ജ്ഡ് പൊസിഷനിൽ നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അവിടെ മൊത്തത്തിൽ എന്താണ് ഈക്വൽ ആയിട്ട് മാറുകയാണ് അല്ലെ. നമുക്ക് ഓവർനൈറ്റ് ടെൻഷൻ ഇല്ല. അതേപോലെ തന്നെ ഫുൾ ടൈം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഫുൾ ടൈം നമുക്ക് സ്ക്രീൻ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതെ, പീസ്ഫുൾ ആ ഒരു വേർഡ് വീണ്ടും അണ്ടർലൈൻ പറയാം. ട്രേഡിങ് എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള ഒരു ജീവിത സാഹചര്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ആവണം, അല്ലാതെ നിലവിലുള്ള ആ ഒരു പീസ് ഓഫ് മൈൻഡ് അത് റൂയിൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആവരുത് ട്രേഡിംഗ് എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് റംഷാദ് പറഞ്ഞ പോലെ തന്നെ പൊസിഷൻസ് എല്ലാം തന്നെ ഹെഡ്ജ് ചെയ്യുക. ട്രേഡിങ് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 3:30 തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി അവസാനിപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കംപ്ലീറ്റ് വിട്ടേക്കാൻ പറ്റണം. ഓവർനൈറ്റ് ഒക്കെ നമുക്കൊന്ന് ന്യൂസുകൾ വാച്ച് ചെയ്യുക. അതല്ലാതെ ഓവർനൈറ്റ് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് പുറത്ത് നമ്മളൊരു പൊസിഷൻസ് കാണുന്നത്, ഒരു ഭാഗ്യ പരീക്ഷണത്തിന് പുറത്ത് നമ്മൾ വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നത് അതിന്റെ പേര് ട്രേഡിംഗ് ഒന്നും ആവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഉണ്ട്. അപ്പൊ അവർക്ക് സ്ട്രെസ് ഹോർമോൺ കൂടുതലാവാം. അപ്പൊ അവർ മനസ്സിലാക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുമാത്രമല്ല, ഇപ്പൊ നമ്മളൊരു ന്യൂസിന്റെ പുറത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ന്യൂസിന്റെ പുറത്തൊക്കെ ആയിരിക്കാം ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുന്നത്. പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി ഈ പറയുന്ന ബിഗ് പ്ലെയേഴ്സ് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവരതിനനുസരിച്ചിട്ട് അവരുടെ പൊസിഷൻ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വലിയൊരു രസം. ഇപ്പൊ വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നില്ലേ, ഇപ്പോ ഒരു ട്രംപിന്റെ പ്രസ്താവനയോട് കൂടിയിട്ട് 1200 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ബിഗ് പ്ലെയേഴ്സിന്റെ ഒക്കെ പൊസിഷൻ നോക്കുന്ന സമയത്ത് FISന്റെ ഒക്കെ ഇൻഡെക്സിലും അവരുടെ ഓപ്ഷൻസിലൊക്കെ ഫ്യൂച്ചറിലൊക്കെ പിന്നെ പൊസിഷൻ നോക്കുന്ന സമയത്ത് അവർ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ന്യൂസിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. ന്യൂസ് തന്നെ നമ്മളൊരു സാധാരണ റീറ്റെയിലർ അവർ കേൾക്കുന്ന ന്യൂസ് എല്ലാം തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അതിന് ഇമ്പാക്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ്ജ്ഡ് അല്ലാത്ത പൊസിഷൻസ് ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. ട്രേഡിങ് ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻകം കൂട്ടുക, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കൂടാതെ തന്നെ നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് ഡിസ്ട്രോയ് ചെയ്യരുത്. ട്രേഡ് ചെയ്ത് ആരും പീസ് ഓഫ് മൈൻഡ് ഉയർത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ട്രേഡ് ചെയ്ത് പീസ് ഓഫ് മൈൻഡ് തകർക്കരുത് എന്നുള്ള ഒരു മുൻകരുതൽ എടുക്കാമല്ലോ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ സ്ക്രീൻ എല്ലാ ആളുകളും നോക്കുന്നുണ്ട്. അതിനൊരു ലിമിറ്റ് വെക്കാം. ഒരു 3:30 വരെ മാർക്കറ്റിൽ ഇന്നാവുക,
അതിനുശേഷം ന്യൂസൊക്കെ വാച്ച് ചെയ്യുക, ടെൻഷൻ ക്യാരി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ലോസ് വരുത്തുന്നത് കൊണ്ട് മാത്രമല്ല, ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത് തിരിച്ച് എങ്ങനെയെങ്കിലും അത് റിക്കവർ ചെയ്യാന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യും, വീണ്ടും പൈസ നഷ്ടപ്പെടും. അത് ചെയ്യാൻ വേണ്ടി വീണ്ടും ലോൺ എടുത്തിട്ടും മറ്റുമൊക്കെ വീണ്ടും ട്രേഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ സാറിനോട് പറയാറുണ്ടോ ആരെങ്കിലും? തീർച്ചയായിട്ടും. ഇത് റിവെഞ്ച് ട്രേഡ് എന്ന് പറയുന്നത് ഒരു ഈഗോയുടെ പുറത്തല്ല ആൾക്കാരും റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നത്. അതായത് തോൽവി ആർക്കും സമ്മതിക്കാനായിട്ടൊരു മനസ്സില്ല. ട്രേഡ് ചെയ്യാൻ വരുന്ന ആളുകൾ അവർ മറ്റുള്ള നിലവിൽ അവരുടെ മേഖലയിൽ അവർ നമ്പർ 1 ആവാം, നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള്, അവരുടെ ജോലി മേഖലയിൽ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്നാൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ആ ജോലി മേഖലയിലുള്ള മേന്മ ട്രേഡിങ്ങിൽ ഗുണം ചെയ്യുന്നു ഒരു ഉറപ്പുമില്ല. ട്രേഡിങ് ഒരു വ്യത്യസ്ത മേഖലയല്ലേ. ഇവിടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുക, ലോസ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി. നമുക്ക് ട്രേഡ് എഗെയിൻസ്റ്റ് പോകുന്ന സമയത്ത് പെട്ടെന്ന് ലോസ് ആരാണോ കട്ട് ചെയ്യുന്നത് അവനാണ് ട്രേഡിങ്ങിൽ വിജയിച്ച ആള് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം പുതുതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ബിഗിനേഴ്സ് ഒക്കെ പ്രോഫിറ്റ് വരുമ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്യും, ലോസ് അത് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, അത് വലിയ ലോസിലേക്ക് പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണല്ലേ ഒരു റിസ്ക് ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു ലോസ് വരും, ആ ലോസ് കൂടി ഒരു വലിയ ലോസായി അതിനെ നമ്മളത് ലോസ് ബുക്ക് ചെയ്യും. SL ഹിറ്റ് ചെയ്യുന്നതും ലോസ് ബുക്ക് ചെയ്യുന്നതും രണ്ടാണ്. SL ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ലോസാണ്. ഈ ഒരു ട്രേഡിൽ എത്രയാണ് എൻ്റെ ലോസ് എന്നുള്ളത് പ്രീ ഡിഫൈൻഡാണ്. അത് ബുക്ക് ചെയ്യാനായിട്ട് മാനസികപരമായിട്ട് നമ്മൾ ഓക്കെയാണ്. ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്തോ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ലോസ് നമ്മൾ മനസ്സോടെ നമ്മൾ വളരെ വിഷമത്തോടെ ബുക്ക് ചെയ്യുന്നതാണ് ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ലോസ് ബുക്ക് ചെയ്ത ഒരു ഭീമമായിട്ടുള്ളൊരു എമൗണ്ട് ഇവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് വഴി ഇത് റിക്കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നേരെ മറിച്ച് SL ആയിരുന്നെങ്കിലോ അവർക്ക് അടുത്ത ട്രേഡിലോ വിത്തിൻ 1 വീക്കിനുള്ളിൽ ആ SL അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഹ്യൂജ് ലോസ് റിക്കവർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുമോ? ഇല്ല. അവിടെയാണ് റംഷാദ് പറഞ്ഞ റിവെഞ്ച് ട്രേഡ് വരുന്നത്. ഒരു ദിവസം കൊണ്ട് നമുക്ക് വലിയ ലോസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പറ്റും, പക്ഷെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഈ ലോസിനെ മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന സമയത്ത് 90% ആളുകൾ ലോസ് വരുന്ന ഒരു സെഗ്മെന്റ് ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു മണ്ടത്തരം തന്നെ പറയാം. തീർച്ചയായിട്ടും. കാരണം വളരെ സ്മാർട്ടായ ആളുകളാണ്, അൽഗോ ട്രേഡേഴ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. മിഷൻ ത്രൂ ആണ് എല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മളും മിഷനെ പോലെ തന്നെ പ്രവർത്തിക്കണം. പിന്നെ റംഷാദ് തന്നെ പറഞ്ഞ പോലെ തന്നെ FIs ന്യൂസിന് മുമ്പേ തന്നെ ഇവരുടെ പൊസിഷൻസ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനും കഴിയും. അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ ഫണ്ട് കൊണ്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. 5000 കോടി 10000 കോടി. നമുക്ക് അവരുടെ ആ ഒരു വ്യൂ അനുസരിച്ച് പോകാന്നുള്ളതാണുള്ളൂ. ഒരിക്കലും ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വലിയ ലോസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓവർനൈറ്റ് ഭാഗ്യ പരീക്ഷണത്തിൻ്റെ പേരിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുക. കൂടാതെ ഹെഡ്ജ്ഡ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ട്രേഡിങ് സ്പെക്കുലേറ്റ് ഇൻകം തന്നെയാണ് ട്രേഡിങ് ഇൻകം എന്ന് പറയുന്നത്. ആ സ്പെക്കുലേഷൻ മാർക്കറ്റ് ടൈമിൽ ലിമിറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഇതിന് മറികടക്കാനായിട്ട് ഒരു പരിഹാരമായിട്ടുള്ളത്. പിന്നെ പല ആളുകളും ഈ ട്രേഡിങ്ങിന് മുമ്പ് തന്നെ എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ച് ഫിറ്റായിട്ട് വരും. ട്രേഡിങ്ങിന് ശേഷവും ഒരേ പൊസിഷനിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ട്രേഡിങ്ങിന് ശേഷവും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നത് നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ ഗുണം ചെയ്യും. പിന്നെ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ട്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ വെള്ളമൊന്നും കുടിക്കുന്നില്ല. വലിയ ലോസൊക്കെ കാണുമ്പോൾ പിന്നെ വെള്ളം വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും അവരെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. നമ്മൾ പ്രോപ്പറായിട്ട് ഡീഹൈഡ്രേഷൻ ഒക്കെ നടന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ചിന്തകളാണ് നമുക്ക് ട്രേഡിങ്ങിൽ വേണ്ടത്. ഇമോഷൻ ഇപ്പോൾ ഈ ലോസ് കാണുമ്പോൾ കംപ്ലീറ്റ് അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പോൾ 20% ആണ് ടെക്നിക്കൽ, 80% ആണ് ഇതിൻ്റെ നമുക്ക് മെൻ്റലി നമുക്ക് വേണ്ടത്. സൈക്കോളജിയാണ് 80% വർക്ക് ചെയ്യുന്നതെങ്കിൽ സൈക്കോളജിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ സൈക്കോളജി പരമായി നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ ട്രേഡിങ് ടൈമിൽ ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക, വെള്ളം കുടിക്കുക, യോഗ ചെയ്യുന്ന ആൾക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക.
നല്ല ബോഡി നല്ല ഹെൽത്തി ആണെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ റംഷാദ് ചെയ്യുന്ന പോലെ തന്നെ ഹെഡ്ജിഡ് പൊസിഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം. നമ്മുടെ വ്യൂവേഴ്സിനും ആ റംഷാദ് ചെയ്യുന്ന പോലെ തന്നെ ഹെഡ്ജിഡ് പൊസിഷൻ ചെയ്യാനായിട്ടും അവർക്കും ആ ഒരു പ്രേരണ ഉണ്ടാവും. അത് വളരെ നന്ദി ആ ഒരു ഇൻസൈറ്റ് ഷെയർ ചെയ്യുന്നതിൽ. ഇനിയിപ്പോൾ റംഷാദിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഒരു ട്രേഡർ മാനസിക ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? അതെ, ഞാനിപ്പം പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം വേണ്ടത് ഇതിൻ്റെ ഒരു വലിയൊരു ഈ എന്താ പറയുക ടെൻഷനിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ടെൻഷൻ ഒഴിവാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വലിയ ലോസ് വരുത്താതിരിക്കണം. വലിയ ലോസ് വരുമ്പോൾ എന്തായാലും നമ്മൾ പാനിക്കാവും, ടെൻഷനാവും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രസീവ് ട്രേഡിലേക്ക് കടക്കും. കാരണം ഒരുപാട് ഇമോഷൻസ് ഇതായിട്ടുള്ള ഒരു മേഖലയാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഹെഡ്ജൊക്കെ ചെയ്ത് പൊസിഷനൊക്കെ സേഫ് ആക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഈ മാർക്കറ്റിനോട് എങ്ങനെയാണോ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ്. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്, അല്ലാതെ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതല്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ പ്രോപ്പർ ആയിട്ടുള്ള SL കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ പൊസിഷനൊക്കെ ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വലിയ ലോസ് വരില്ല. ഇപ്പോൾ നമ്മൾ നേക്കഡ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഓപ്ഷൻ സെല്ലറിയെല്ലാം സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് കളയും. ചെറിയ ചെറിയ പ്രോഫിറ്റ് ഓരോ ദിവസം ഉണ്ടാകും. പക്ഷെ ഇങ്ങനെയുള്ള വലിയൊരു മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് 1200 പോയിന്റും 1300 പോയിന്റൊക്കെ ആ മൂവ്മെന്റ് വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ നമ്മൾ റിസ്ക് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും ഒരു പൊസിഷനിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഈ ഒരു ടെൻഷന്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. ഈവൻ നമുക്ക് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നിഫ്റ്റി ബീസ് ഒക്കെ ബൈ ചെയ്യുകയാണെങ്കിൽ അതെ മാർക്കറ്റ് അവരുടെ എഗെയിൻസ്റ്റ് പോകുകയാണെങ്കിൽ നിഫ്റ്റി ബീസ് പ്രോഫിറ്റ് ഉണ്ടാവും. നിഫ്റ്റി നമുക്കിപ്പോ സ്റ്റോക്കിനേക്കാളും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിഫ്റ്റി ആണല്ലോ, ഇൻഡെക്സ് ആണ്. അതെ, കറക്റ്റ്. അതെ, ഇൻഡെക്സ് എപ്പോഴും ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റോക്കിൽ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഭാവിയിൽ നിഫ്റ്റി മുന്നോട്ടേക്ക് പോകും എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ ട്രേഡേഴ്സിന്റെ ഒരു മാനസിക ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചും അത് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു മെത്തേഡുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീക്ക് കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു, ബൈ.